കുടുംബ ബന്ധങ്ങളും മനുഷ്യബന്ധങ്ങളും കേരളത്തിലാണ് ഏറ്റവും നന്നായിട്ട് പോകുന്നത് എന്ന് കരുതുന്നവരുണ്ട്. വിദേശ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ബന്ധങ്ങളുള്ളത്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കുന്നവരാണ്. പ്രായപൂർത്തിയായാൽ മക്കള് സ്വതന്ത്രമായി ജീവിച്ചു കൊള്ളണം. മാതാപിതാക്കള് മക്കളുടെ കൂടെ താമസിക്കുന്ന രീതി താരതമ്യേന കുറവാണ്. എന്നാൽ ഈ ഒരു രീതിക്ക് വ്യത്യാസം ലോകമെല്ലാം അറിയുന്ന രണ്ടു പേരുടെ കാര്യത്തിൽ കാണുന്നത് ശ്രദ്ധേയമാണ്. അത് രണ്ട് ഫുട്ബോൾ ദൈവങ്ങളാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയും. ക്രിസ്ത്യാനോയ്ക്ക് അമ്മയോട് വലിയ സ്നേഹമാണ്. അമ്മയെ കൂടെയാണ് പാർപ്പിക്കുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും എവിടെയൊക്കെ പോയാലും അമ്മയെ കൂടെ കൊണ്ടുപോകുവാൻ റൊണാൾഡോ കാണിക്കുന്ന താല്പര്യം ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയെ ഇത്രമാത്രം സ്നേഹിക്കാൻ കാരണമായി അദ്ദേഹം പറയുന്നത് അമ്മയുടെ ജീവത്യാഗമാണ് തൻ്റെ ജീവിത വിജയത്തിന് അടിസ്ഥാനം എന്നാണ്. വീടുകളിൽ ജോലി ചെയ്താണ് ആ മകനെ അമ്മ പോറ്റിയത്, ഷൂ വാങ്ങിക്കൊടുത്തത്, കളിക്കാൻ അവനെ യോഗ്യനാക്കിയത്. മെസ്സിക്കാകട്ടെ അപ്പനെ കുറിച്ചാണ് ഇത് പറയാനുള്ളത്. മെസ്സിയുടെ പിതാവ് ലോകകപ്പ് നടക്കുന്ന അവസരത്തിലാണ് ഈ ലോകം വിട്ട് പോയത്. വളരെ ഹൃദയകാരിയായ ഒരു കുറിപ്പ് പിതാവിൻ്റെ വേർപാടിനെ സംബന്ധിച്ച് മെസ്സി പ്രസിദ്ധീകരിച്ചത് ലോകം മുഴുവന് വലിയ ശ്രദ്ധയോടെയാണ് കേട്ടത്. അദ്ദേഹം പറഞ്ഞത്, ഇനി എൻ്റെ ഫുട്ബോൾ ജീവിതയാത്ര എങ്ങനെ തുടരുമെന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു ധാരണയുമില്ല എന്നാണ്. കാരണം പിതാവിനെ കേന്ദ്രീകരിച്ചായിരുന്നു മെസ്സി എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ യാത്ര. മെസ്സിയുടെ 19,000 കോടി രൂപയുടെ ആസ്തി മുഴുവന് നോക്കി നടത്തിയിരുന്നത് പിതാവാണ്. മാനേജരും ഏജന്റും പിതാവായിരുന്നു. പണപരമായ അടുപ്പം മാത്രമല്ല, ഹൃദയപരമായ വൈകാരികതയുടെ ഒരു അടുപ്പവും ഈ അപ്പനും മകനും തമ്മിലുണ്ടായിരുന്നു. മാതാപിതാക്കളെ നടതള്ളുന്ന ഇക്കാലത്ത് സൂപ്പർ സ്റ്റാറുകൾ അപ്പനെയും അമ്മയെയും എങ്ങനെയാണ് കരുതലോടെ പരിഗണിച്ചിരുന്നത് എന്ന് ഓർമ്മിക്കുന്നതിന് ഇവരുടെ മാതൃക തീർച്ചയായും സഹായിക്കും.